കശ്മീരിന്റെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഘർഷത്തിന് പിന്നാലെ കശ്മീർ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടേക്ക് വലിയ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ കുറച്ചുകൂടി ഒരു സാധാരണ ജീവിതം നയിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ എത്തിച്ചേർന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ താഴോട്ട് പോയിരിക്കുന്ന ഒരു സ്ഥിതി, വലിയൊരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെടിനിർത്തൽ ധാരണയിലെത്തിയാലും കശ്മീരിലേക്ക് ഒരു സ്ഥിതി പഴയ ഒരു സാധാരണ നിലയിലേക്ക് എത്തിച്ചേരാൻ ദിവസങ്ങളോ മാസങ്ങളോ എടുക്കില്ലേ? തീർച്ചയായിട്ടും എടുക്കും. അത് താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. അക്കാര്യത്തിൽ ഈ മനുഷ്യത്വ വിരുദ്ധരായ ഭീകരരുടെ ലക്ഷ്യം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. കാരണം കാശ്മീരിലെ ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് 2024 35 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് കാശ്മീർ വാലിയിൽ മാത്രം വന്നത്. അത് ജമ്മു ആൻഡ് കാശ്മീർ മേഖല മൊത്തം എടുക്കുമ്പോൾ ഏകദേശം എത്രയാ 2.3 crores വന്നു എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷേ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് കൂടുതൽ സ്വീകാര്യമായത്, കൂടുതൽ യാഥാർത്ഥ്യവുമായി അടുത്ത് നിൽക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ നോക്കൂ, ഈ വർഷത്തെ സീസൺ തുടങ്ങിയ സമയത്ത് ഒരു 50 ലക്ഷത്തിലധികം സഞ്ചാരികളെങ്കിലും വരും. അവരെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ മുഴുവൻ നടത്തി അവിടുത്തെ പോണി റൈഡേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, ഹോട്ടൽ, അതുപോലെ മറ്റേ ഭക്ഷണശാലകൾ ഇതെല്ലാം ഒരുക്കി വെച്ച ആ മനുഷ്യർക്ക് ഒരു സീസൺ നഷ്ടമായി. ഒരു സീസൺ നഷ്ടമാകുമ്പോൾ കാശ്മീരിലെ മനുഷ്യർക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ അളവ് എത്ര കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം. അത് കാശ്മീരിലെ പാവപ്പെട്ട മനുഷ്യന്റെ പോക്കറ്റിലേക്ക് വരേണ്ട പണമാണ് ഇല്ലാണ്ടായത്. അത് മാത്രമല്ല, അത് കാശ്മീർ എന്ന സംസ്ഥാനത്തിനും ഇന്ത്യയുടെ ഇക്കണോമിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികസന കുതിപ്പ്, ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു കാലമല്ലേ. അപ്പോൾ ആ ഒരു സീസൺ നഷ്ടപ്പെട്ടത് ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം എത്ര വലുതാണ്. ആ നഷ്ടമുണ്ടാക്കാൻ ഈ പറയുന്ന 4 or 5 തീവ്രവാദികൾക്ക്, മനുഷ്യത്വ വിരുദ്ധരായ ഭീകരർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സൈനിക സംഘർഷത്തിലും നീക്കത്തിലും ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ചെലവും നഷ്ടങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെച്ചാൽ പോലും കാശ്മീരിലെ മനുഷ്യർക്ക് ഒരു സീസൺ നഷ്ടമായി. അത് ഒരു കാലത്തും അവർക്ക് നികത്താൻ പറ്റില്ല. ഈ നഷ്ടം അവർ സഹിച്ചേ പറ്റൂ. ഇതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത എന്ന് ഞാൻ കരുതുകയാണ്.